ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേരാണ് പറവകൾ പാറി. പറവകൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പാറി എന്നാണ്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. തന്നിരിക്കുന്ന ചിത്രത്തിൽ കുറേ പറവകളുണ്ട്, കണ്ടില്ലേ? ഏതൊക്കെയാണ്? കാക്ക, തത്ത, പ്രാവ്, പൊന്മാൻ, ഇതൊക്കെയാണ് തന്നിരിക്കുന്നത് അല്ലേ? അതിലൊരു പാട്ട് കൂടി തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പാടി നോക്കിയാലോ. തന 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 താന പട 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 പറവ. എല്ലാവരും ഒന്നുകൂടി പാടൂ. തന 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 താന പട 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 പറവ. പട പട പാറി കലപില പാടി തന തന താന താനന താന. കൂടി എല്ലാവരും പാടൂ. പട പട പാറി കലപില പാടി തന തന താന താനന താന. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്ന പക്ഷികളുടെ പേര് എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ നിറം എന്താണ് എന്നൊക്കെ പഠിക്കാം. ആദ്യത്തേതാണ് തത്ത. തത്ത എന്ന് എഴുതണം. എന്ത് കളറാണ്? പച്ച. തത്തയുടെ കളറ് പച്ച കളറാണ്. ഇനി കാണുന്നതാണ് പ്രാവ്. പ്രാവിൻ്റെ നിറം വെള്ള. വെളുത്ത കളറിലുള്ള പ്രാവാണ് ഉള്ളത്. ഇനി ഈ തന്നിരിക്കുന്നതാണ് മയിൽ. നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ് മയിൽ അല്ലേ? മയിലിൻ്റെ നിറം എന്താണ്? നീല. തന്നിരിക്കുന്ന ഈ പറവ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാക്ക. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? കാക്കയുടെ നിറം എന്ന് പറയുന്നത് കറുപ്പ്. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. ഇനി തന്നിരിക്കുന്നത് ഒരു പറവ മഞ്ഞക്കിളിയാണ്. കണ്ടോ? അതിൻ്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്. ഇനി തന്നിരിക്കുന്നത് പൊന്മാൻ. വെള്ളത്തിൽ നിന്ന് മീൻ കൊത്തിപ്പറക്കാൻ വളരെ സമർത്ഥനാണ് പൊന്മാൻ. പൊന്മാൻ്റെ നിറം എന്ന് പറയുന്നത് നീലയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ പറവകളുടെ ചിത്രങ്ങളും അവയുടെ തൂവലുകളുമെല്ലാം ശേഖരിക്കണം. എന്നിട്ട് ചെറിയ ഒരു പുസ്തകത്തിലോ ഡയറിയിലോ ഒട്ടിച്ചു വെക്കണം. ഓക്കെ, ഇനി എന്താണ് ആ കൂട്ടുകാർ ചെയ്യുന്നത് എന്ന് നോക്കാം. അവരുടെ മേശപ്പുറത്തായിട്ട് കുറച്ച് മുട്ടത്തോടുകൾ ഉണ്ട്, കണ്ടോ? ഇനി അവരതിനെ കളറ് കൊടുത്ത് ഭംഗിയാക്കുകയാണ്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള രൂപങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവരുടെ മുകളിൽ നൂലിൽ ഭംഗിയായി അത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെയോ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ രൂപങ്ങളും ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കും ഒന്ന് ചെയ്തു നോക്കിയാലോ? നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നോക്കാം. അതുപോലെ തന്നെ നമുക്കതൊന്ന് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇനി കളയുന്ന മുട്ടത്തോടുകൾ ശേഖരിക്കണം. എന്നിട്ട് നമുക്ക് പല ചിത്രങ്ങളും അതുപോലെ തന്നെ ഉപയോഗമുള്ള പല വസ്തുക്കളുമാക്കി അതൊന്ന് മാറ്റാം. അപ്പോൾ ആദ്യത്തേത് എങ്ങനെയാണ്? പൊട്ടിയ മുട്ടത്തൊണ്ടെടുത്ത് അതിൽ ചെടി നടുന്നതാണ്. കണ്ടില്ലേ? ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. കണ്ടില്ലേ? ചെടിയൊക്കെ വളർന്ന് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി പേപ്പർ വെട്ടി ഒട്ടിച്ച് പല രൂപങ്ങളുണ്ടാക്കാം. കണ്ടോ? പൂച്ചയും നായും എല്ലാം ഉണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തു നോക്കണം. ഇനി ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? കണ്ടില്ലേ? ഇതുപോലെ. ഇനി ആംഗ്രി ബേർഡാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും വരച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പറവകൾ പാറി എന്നുള്ള ഈ ഒരു പാഠം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.